എന്റെ പേര് മേഘ എന്നാണ് സർ. വി ആർ കമ്മിങ് ഫ്രം ചാനൽ 69. സർ, നിങ്ങളുടെ പ്രധാനപ്പെട്ട എന്തോ സാധനം കാണാതെ പോയെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞങ്ങളുടെ ചാനലിലെ ഫസ്റ്റ് ഫ്ലാഷ് ന്യൂസ് അതായിരിക്കണം സർ. ഇത് ക്യാമറാമാൻ ഗിരിയപ്പ. ഗിരിയപ്പ, നന്നായിട്ട് സാറിനെ ഫോക്കസ് ചെയ്യും. സർ, ഇതിന്റെ ഫസ്റ്റ് ആങ്കറിംഗ് ആണ് സർ. നല്ല ഓപ്പണിംഗ്. അതായത് ഈ ഹോസ്പിറ്റൽ മൊത്തം ഒന്ന് കവർ ചെയ്ത് കാണിക്കൂ പ്ലീസ്. ഡെഫിനറ്റ്ലി സർ. ഗിരിയപ്പ, റെഡിയാണ് മാഡം. സർ, പറയൂ, നിങ്ങളുടെ എന്താണ് നഷ്ടമായത്, എവിടെയാണ് നഷ്ടമായത്, എങ്ങനെയാണ് നഷ്ടമായത്? ഡോക്ടർ പ്ലീസ്. എക്സ്ക്യൂസ് മീ, ഐ എം ഡോക്ടർ വിനായക് സൽമാൻ. ക്യാൻ ഐ? പറയൂ സർ. ഇപ്പൊ ശരിയായി. താങ്ക് യു. അതായത് ഇവന്റെ അനിയൻ, മനസ്സിലായില്ലല്ലേ? അതായത് അനിയൻ കുട്ടൻ പിടിയിട്ടില്ലല്ലേ? അത് ഈ സംഗതി എന്നൊക്കെ പറയൂ സർ, എന്ത് സംഗതിയാണ് സർ? യെസ്, അതെ, സംഗതി. അതെ, എന്ത് സംഗതിയാണ് സർ? മറ്റേ സംഗതിയാ മാഡം. വാട്ട്? മാറിപ്പോയി. എക്സ്ക്യൂസ് മീ. അല്ലയോ ദേവ, നിങ്ങൾ ആരാണ്? ഓ, എന്റെ മോനായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ജസ്റ്റ് 2 minutes sir, I will do it. അയ്യോ, ഫസ്റ്റ് ന്യൂസ് ടോപ്പ് ആണ് മാഡം. ഗിരിയപ്പ പ്ലീസ്. ഓക്കെ മാഡം, സോറി. ഗിരിയപ്പ, ഇതിന് എന്ത് പേരാ പറയേണ്ടത്? സംഗതി എന്നായാലോ മാഡം? ആരുടെ? അതിന്റെ പേര്. ഇതിന് പെന്നീസ് എന്ന് പറയാവോ? വിത്ത് What? നൈസ്. സെക്സാ? No. Shoo, shoo. Sir, 2 minutes sir. Sir, please sir, 2 minutes. ഗിരിയപ്പ വരാം സർ. ഗിരിയപ്പ. ഓക്കെ മാഡം. സർ, എന്തെങ്കിലും ഒന്ന് പറയണേ. ഗിരിയപ്പ, റോളിംഗ് ആണ് മാഡം. നമസ്കാരം, ഞാൻ മേഘ. ഞാനിപ്പോ സംഗതി ഹോസ്പിറ്റലിൽ നിന്നാണ്. സംഗതി ഹോസ്പിറ്റലോ? സോറി, സന്മൻ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇപ്പൊ നമ്മുടെ കൂടെ രാഹുൽ എന്ന് പറഞ്ഞ പേഷ്യന്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ അത് കാണാതെ പോയെന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇതുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്കിപ്പോ ചോദിച്ചറിയാം. അദ്ദേഹം തന്നെ ഇപ്പൊ പറയും. പറയൂ സർ, പ്ലീസ്. സരോജ, I am really very sorry. സരോജ, ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചെന്ന് എനിക്കറിയാം. Oh my god. അതുകൊണ്ട് പ്ലീസ്, ദയവേത് എനിക്കത് വേണം പ്ലീസ്. കാല് പിടിച്ച് ഞാൻ പറയുക, പ്ലീസ് പ്ലീസ് സരോ, എനിക്കത് വേണം പ്ലീസ്. നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. സമയം അതിക്രമിക്കുന്നു, അതുകൊണ്ട് തരൂ പ്ലീസ് പ്ലീസ് സരോ. ഞാനും ഇങ്ങനെ നിന്റെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ, നീ കേട്ടോ രാഹുൽ? ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരില്ല എന്റെ ദൈവമേ. ഈ ഒരു കാരണം കൊണ്ട് അപമാനിതനായി തലകുനിച്ച് നിൽക്കാം ഞാനിവിടെ. പ്ലീസ് സരോജ, എനിക്ക് കൊണ്ട് തരുമത് പ്ലീസ് പ്ലീസ്, എനിക്കത് വേണം. നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചോളാം സരോ. പ്ലീസ് സരോ, എനിക്ക് വേണം സരോ. പ്ലീസ് സരോ, സരോജ. സോ ഇതാണ് രാഹുലിന്റെ പ്രോബ്ലം. സരോജ ഇപ്പൊ എവിടെയാണെങ്കിലും ദയവ് ചെയ്ത് അദ്ദേഹത്തിന്റെ സംഗതി ഉടനെ ഏൽപ്പിക്കേണ്ടതാണ്.